ഹായ്, എല്ലാവർക്കും ഐ എം ക്രിസ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഫസ്റ്റ് വീഡിയോ ആദ്യം ഇട്ടിരുന്നു, ഒരു ലെമൺ എങ്ങനെ അതിനകത്ത് ധാരാളം തൈകൾ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ച്. പലരും കണ്ടു കാണുമായിരിക്കും, ധാരാളം പേര് കണ്ടിട്ടുണ്ട്, എല്ലാവരും നല്ല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനതിൻ്റെ സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്ത് വെച്ചതിന് മുളച്ച് നല്ല ഹെൽത്തിയായി വന്നേക്കുന്ന ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഇടുന്നത്. ഇതതിൻ്റെ ഞാനിപ്പോൾ പിടിച്ചേക്കുന്നത് അതിൻ്റെ ടോപ്പ് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഭാഗമാണ്. അത് നിങ്ങൾക്ക് ഞാൻ നട്ടപ്പോഴുള്ള പഴയ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ ടോപ്പ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതിന് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ടോപ്പാണിത്. എല്ലാം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇതതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് മുളച്ച് വന്ന ഒരു തൈയാണ്. നല്ല ഭംഗിയായിട്ട് ഇട്ട് വന്നിട്ടുണ്ട്, നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ അതിൻ്റെ കട്ട് ചെയ്ത് അതിൻ്റെ സ്റ്റെമ്മൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ചോട്ടിൽ നിന്ന് നല്ലൊരു തൈ, നല്ല ഹെൽത്തി പ്ലാന്റ് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതതിൻ്റെ സ്റ്റെം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇതാണ്. അപ്പോൾ ഞാനതിനകത്ത് നിന്ന് ഈ രണ്ടെണ്ണത്തിനകത്തും 2 തൈ വീതം വന്നിട്ടുണ്ട്. അപ്പോൾ ആ 2 തൈക്കകത്തു നിന്നും അതിൻ്റെ വേരുണ്ട്. ഒരെണ്ണം മേൽഭാഗത്തു നിന്നാണ് ഒരു തൈ വന്നേക്കണേ. അപ്പോൾ അതിനകത്ത് നിന്ന് കുറച്ച് വേര് പൊടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനത് കുറച്ച് ചകിരിച്ചോറൊക്കെ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട്, അപ്പോൾ രണ്ടിനകത്ത് നിന്ന് ഒരെണ്ണം എനിക്ക് നല്ല വേരോട് കൂടി കിട്ടും, ഒരെണ്ണം അതിൻ്റെ കുറച്ച് മുകളിൽ ഭാഗത്തു നിന്നായിട്ട് തൈ വന്നേക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിന്ന് ഞാൻ കുറച്ച് ചകിരിച്ചോറൊക്കെ ഇട്ട്, അപ്പോൾ അതിനകത്ത് കുറച്ച് വലുതായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു വേരോട് കൂടി ഒരു തൈ എനിക്ക് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. അതിൻ്റെ ആ സ്റ്റം കട്ട് ചെയ്ത് വെക്കുന്നതിനകത്ത് കുറച്ച് ഗ്രോത്ത് കുറവ് കാണിക്കുന്നുണ്ട്. അത് വളത്തിൻ്റെ ആണോ അല്ലെങ്കിൽ അതിൻ്റെ ക്ലൈമറ്റിൻ്റെ പ്രത്യേകതയാണോ എന്നറിയില്ല. എന്താണെങ്കിലും പൊതുവെ കുറച്ച് താമസം കാണിക്കുന്നുണ്ട്. ഇതതിൻ്റെ വേറൊരു തൈയാണ്. അതും ഇതുപോലെ തന്നെ ഒരെണ്ണം താഴ്ഭാഗത്തുനിന്നും ഒരെണ്ണം മുകളിൽ നിന്നുമാണ് വന്നേക്കുന്നത്. അതും ഞാനിതുപോലെ കുറച്ച് ചകിരിച്ചോറ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു തൈ നല്ല വേരോട് കൂടി കിട്ടത്തക്ക രീതിയിലും ഉണ്ട്. പിന്നീട് ഇതാണ് വേറെ ഒരെണ്ണമുള്ളത്. ഇതതിൻ്റെ ഒരു തൈ മാത്രമേ ഉള്ളൂ എനിക്ക് കിട്ടിയേക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ട് കയറി വരുന്നുണ്ട്. പിന്നെ ഒരെണ്ണം അതങ്ങ് കയറി വരുന്നേ ഉള്ളൂ. അത് മുളച്ച് കിട്ടാനും ഇച്ചിരി താമസമായിരുന്നു. പക്ഷേ മുളച്ച് വന്നപ്പോൾ അത് കയറി വരുന്നുണ്ട്. അത് ഇനിയിപ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളതൊന്ന് നോക്കണം. അല്ലെങ്കിൽ ഇച്ചിരി വളമൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എല്ലാം ഒന്ന് കയറി വന്നോളൂ. പോട്ടൊന്ന് മാറ്റി വയ്ക്കും. ധാരാളം വേരോട് കൂടിയ ഒരു സ്റ്റെമ്മായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് പോട്ട് മാറ്റി ഇച്ചിരി വളമുള്ള പോട്ടിലേക്ക് വെച്ചാലും കുഴപ്പമില്ല. ഈ തൈ നന്നായി കയറി വന്നിട്ടുണ്ട്. പിന്നെയുള്ളത് അതിൻ്റെ സ്റ്റെമ്മ്. അപ്പോൾ നമുക്ക് 6 തൈയാണ് അതിനകത്ത് നിന്ന് കിട്ടിയേക്കുന്നത്. ഒരു ടോപ്പ് കട്ട് ചെയ്തേക്കണ ഭാഗം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ 2 തൈകളും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഞാനത് പറഞ്ഞിരുന്നു നമുക്കിതെല്ലാം മുളച്ച് കിട്ടും എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും എല്ലാം മുളച്ച് വന്നിട്ടുണ്ട്. ഇനി അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു ഇലപ്പേൻ വന്നതിനകത്തുനിന്നും എങ്ങനെ വേര് പഠിപ്പിക്കുക എന്നുള്ളതും ചെയ്യുന്നുണ്ട് അടുത്തൊരു വീഡിയോ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും ഞാനിടുന്ന വീഡിയോസ് കിട്ടുന്നതായിരിക്കും. പിന്നെ വീഡിയോ എടുത്ത് ഞാനത് യൂട്യൂബിലേക്ക് ഇടുമ്പോഴത്തേക്കും കുറച്ച് താമസം വരുന്നുണ്ട്, ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. കഴിയുന്നതും സമയത്തിനനുസരിച്ച് ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.